ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്നും നിങ്ങൾക്ക് വേണ്ടി ഒരു ബ്യൂട്ടി ടിപ്സാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇന്ന് നമുക്കിവിടെ ഉള്ളത് ഇതൊക്കെ എല്ലാവരുടെയും വീട്ടിൽ ഉള്ള കാര്യങ്ങളാണ്. ഞാനിപ്പോൾ കാണിച്ചു തരാം എന്താണ് ഇൻഗ്രീഡിയൻസ് എന്ന് ഉള്ളത്. ഇത് കോഫി പൗഡർ കുറച്ച്. ഞാനിത് ഇപ്പം ചെറിയ ഇതേപോലുള്ളൊരു ചെറിയ സ്പൂണിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ ഒരു ചെറിയ സ്പൂണിനകത്ത് ഒരു സ്പൂൺ ഇത്, അതുപോലെ തന്നെ ഇതിൻ്റെ ഈ സ്പൂൺ തന്നെ, അതേ സ്പൂൺ തന്നെ ഇതിൻ്റെ അര സ്പൂണാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഷുഗർ, പഞ്ചസാര. പിന്നെ അതുപോലെ തന്നെ ഈ ഗ്ലാസ്സിൽ ഞാൻ എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് 2 സ്പൂൺ തൈരാണ് എടുത്തിരിക്കുന്നത്. തൈര് കേട്ടോ, തൈരാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ഉണ്ട്, കടലമാവ്. ഇതിത്രയാണ് നമ്മുടെ ഇന്നത്തെ ഇൻഗ്രീഡിയൻറ്റ്. ഈ കടലമാവ് ഞാനിപ്പം കുറച്ച് മുമ്പ് ഇപ്പം വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. ഇത് ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഇൻഗ്രീഡിയൻസ്. ഇത് മാത്രമേ ഉള്ളൂ: കടലമാവ്, ഷുഗർ, പിന്നെ കോഫി പൗഡർ, തൈര്. ഇത്രയാണ് ഇന്നത്തെ ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ഇത് എന്ത് ചെയ്യാനെന്ന് വെച്ചാൽ, ഈ വച്ചിരിക്കുന്ന കോഫി പൗഡറും ഈ ഷുഗറും പഞ്ചസാരയും കൂടെ നമുക്ക് ഈ തൈരിനകത്ത് മിക്സ് ചെയ്യണം. ഈ ഷുഗറും ഈ കോഫി പൗഡറും കൂടെ ഈ തൈരുമായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് ഒരു സ്ക്രബ്ബർ പോലെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. സ്പൂൺ കൊണ്ടോ കൈ കൊണ്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ നന്നായിട്ട് മിക്സ് ചെയ്യണം. നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യാം. ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കുന്നത്. അപ്പം ഞാൻ തന്നെ എൻ്റെ ഒരു കൈ കൊണ്ട് വീഡിയോ പിടിക്കുകയും ഒരു കൈ കൊണ്ട് ഇത് മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് ഈ പാത്രം കിടന്ന് കറങ്ങുന്നത് കേട്ടോ. സ്പൂൺ വെച്ച് ചെയ്യാമെന്ന് വെച്ചാൽ അപ്പം പാത്രം നന്നായിട്ട് കറങ്ങിപ്പോകും. സ്പൂൺ വെച്ച് നമ്മൾ ബലം പ്രയോഗിച്ച് ചെയ്യുമ്പോഴത്തേക്ക്, കൈ ചെയ്തൊരു ബാലൻസ് കാണുമല്ലോ. കൈ കൊണ്ടാകുമ്പോൾ അത് തന്നെ ഒരു ബാലൻസ് ഉണ്ടല്ലോ മിക്സ് ആകാനൊക്കെ. പാത്രം വലുതായിട്ട് കറങ്ങില്ല. അപ്പം ഞാനിത് എൻ്റെ കയ്യിൽ പുരട്ടി കാണിച്ചു തരാവേ. ഞാൻ മിക്സ് ചെയ്ത സാധനം എൻ്റെ കയ്യിൽ ഞാൻ പുരട്ടി കാണിക്കാവേ. കയ്യിൽ നന്നായിട്ട് പുരട്ടണേ. ഇത് ഞാൻ ഒരു സ്ക്രബ് പോലെയാണ് നമ്മൾ ചെയ്യുന്നത് മുഖത്ത്. ഞാനിപ്പോൾ കയ്യിൽ പുരട്ടി കാണിക്കുന്നതേ ഉള്ളൂ. ഇത് നമ്മൾ മുഖത്ത് കയ്യിലും ചെയ്യാം, നമ്മുടെ കയ്യിൽ നമ്മുടെ ദേഹത്ത് എവിടെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം കേട്ടോ. ഇത് സ്ക്രബ്ബർ പോലെ. പിന്നെ മുഖത്ത് എന്ന് പറയുമ്പോൾ ഇത് പഞ്ചസാരയാണ്. അപ്പം നല്ലൊരു സ്ക്രബ്ബറാണ്. ഈ കോഫി പൗഡറും പഞ്ചസാരയുമായിട്ട് മിക്സ് ചെയ്ത് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നല്ലൊരു നമ്മുടെ മുഖത്തെ ഇതൊക്കെ മാറും. വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ മാറും. പിന്നെ നമ്മുടെ കുരുവിൻ്റെ ഇതുണ്ടെങ്കിൽ, കുരു വന്ന് പാടൊക്കെ ഉണ്ടെങ്കിൽ അതിങ്ങനെ പതുക്കെ ഈ കോഫിയുടെ ഇതൊക്കെ കൊണ്ടും ഒക്കെ ഒരു ഷെയ്ഡ് വെച്ച് കുറയും. അതിൻ്റെ ഡാർക്കായിട്ടിരുന്ന നല്ല കറുത്തിരുന്ന പാടൊക്കെ ആണെങ്കിൽ ഇച്ചിരി ലൈറ്റാകും കേട്ടോ.
നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് നമ്മൾ തേച്ച് പിടിപ്പിക്കുക. ഇതുണ്ടോ, ഞാൻ തേച്ച് പിടിപ്പിച്ചേ. ഇനി അടുത്തതായിട്ട് ഞാൻ ആ സ്ക്രബ് ചെയ്തത് ഞാൻ വാഷ് ചെയ്ത് കളഞ്ഞ് സ്ക്രബ് ചെയ്യുമായിരുന്നു. ഷുഗറും കോഫി പൗഡറും കൂടെ തൈരിനകത്ത് മിക്സ് ചെയ്ത് നമ്മൾ നമ്മുടെ മുഖത്ത് സ്ക്രബ് ചെയ്യും. ഞാൻ ഇതിനകത്തിൽ പറയുന്ന ഈ ബ്യൂട്ടി ടിപ്സിൽ പറയുന്നത് സ്ക്രബിങ് പ്ലസ് ഫേസ് പാക്കാണ്. ഇതിപ്പോൾ സ്ക്രബിങ് കഴിഞ്ഞു, ഇനി ഫേസ് പാക്കാണ് അടുത്ത ഘട്ടം, സെക്കൻഡ് സ്റ്റെപ്പ്. ഇതിന് ഞാൻ പൊടിച്ചു വച്ചിരിക്കുന്ന കടലമാവാണ്. ഇതിപ്പം ഞാൻ ഉപയോഗിക്കാൻ മാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത്, കൂടുതലൊന്നും ഞാൻ എടുക്കുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ തൈര് കൂടെ മിക്സ് ചെയ്ത് എടുക്കുക. ഇത് ഞാനിപ്പം തൈരും കടലമാവും കൂടെ മിക്സ് ചെയ്തതാണ് മിക്സ് ചെയ്തതാണ് ഈ വെച്ചിരിക്കുന്നത്. ഇതിനി ഞാനിനി എൻ്റെ കയ്യിൽ പുരട്ടി കാണിക്കാം. ഇത് നമ്മുടെ ഫേസ് പാക്കാണ്. ആദ്യം നമ്മൾ കാണിച്ചിട്ട് ആദ്യത്തെ സ്റ്റെപ്പ് സ്ക്രബിങ് ആയിരുന്നു. കോഫി പൗഡറും ഷുഗറും കൂടെ തൈരിൽ മിക്സ് ചെയ്ത് സ്ക്രബ് ചെയ്തു. അത് 20 മിനിറ്റ് നമ്മൾ വെക്കണം. 10 മിനിറ്റ് സ്ക്രബ് ചെയ്യുക, 10 മിനിറ്റ് ബാക്കിയുള്ള 10 മിനിറ്റ് അതിനെ ഡ്രൈ ആകാനായിട്ട് അനുവദിക്കുക. എന്ന് വെച്ചാൽ ഒത്തിരി ഡ്രൈ ആകണ്ട, ചെറുതായിട്ട് ഇങ്ങനെ ഡ്രൈ ആയിട്ട് വരുമ്പോഴത്തേക്കും. ഫുള്ളേ ഡ്രൈ ആകാനായിട്ട് നല്ലപോലെ ഉണങ്ങാനായിട്ട് അനുവദിക്കരുത്. അപ്പം നമ്മളങ്ങനെ ഒത്തിരി അങ്ങ് ഡ്രൈ ആയിപ്പോയാൽ നമ്മുടെ സ്കിന്ന് ആ ഡ്രൈയിങ്ങിനനുസരിച്ച് ചുളിവായിട്ട് വരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊന്നല്ല, ഏതൊരു ഇതാണെങ്കിലും ഫേസ് പാക്ക് ആണെങ്കിലും നമ്മൾ ഒരുപാടങ്ങ് ഡ്രൈ ആക്കരുത്. നമ്മുടെ സ്കിന്ന് ഡ്രൈ ആയിപ്പോവും, ശരിക്കും ഡ്രൈ ആകുകയും ചെയ്യും. അതുപോലെ തന്നെ ഇത് വലിഞ്ഞിങ്ങനെ ശരിക്കും ഡ്രൈ ആയി കഴിയുമ്പോഴത്തേക്ക് ഇതിങ്ങനെ ഇരുന്ന് വലിയത്തില്ല. നന്നായിട്ട് ഉണങ്ങി കഴിയുമ്പോഴത്തേക്ക് മുഖത്തിരുന്ന് ഇങ്ങനെ വലിയുമ്പോൾ ആ വലിയുന്ന ഇത് മുഖത്തെ ചുളിവായിട്ട് വലിഞ്ഞ് ഇത് വരുമ്പോഴത്തേക്ക് ആ റിങ്കിൾസ് ആയിട്ട് വരും. അവിടെ ഇങ്ങനെ ചുളിവ് പോലെ ഇങ്ങനെ ആ വലിഞ്ഞിങ്ങനെ വരുമ്പോഴത്തേക്ക് സ്ട്രെച്ച് ആവുകയാണ് നമ്മുടെ സ്കിന്നപ്പം. ഇത് ഞാനിപ്പം ചെയ്ത് കാണിച്ചു തരാവേ. എൻ്റെ കയ്യിൽ ചെയ്ത് കാണിച്ചു തരാം. തൈരും കടലമാവും കൂടെ മിക്സ് ചെയ്ത് ഈ പാക്ക് ഞാനിപ്പം എൻ്റെ കയ്യിലിടുവാണേ. കണ്ടോ, ഇത് നന്നായിട്ട് ഒരുവിധം ഡ്രൈ ആണ്. എന്ന് വെച്ചാൽ ഒരുപാടല്ല, ചെറുതായിട്ട് നമുക്കറിയാമല്ലോ, നമ്മുടെ ആ ഫുള്ള് ഒരുപാട് ഡ്രൈ ആകുന്നതിന് മുന്നേ ഉള്ള സംഭവം നമുക്കറിയാം. അതുവരെ വെക്കുക. അതായത് 10 മിനിറ്റ് നമ്മുടെ സ്ക്രബിങ്, അത് കഴിഞ്ഞ് അത് വാഷ് ചെയ്ത് കഴിഞ്ഞ് 10 മിനിറ്റ് സ്ക്രബിങ്, അത് കഴിഞ്ഞ് 10 മിനിറ്റ് അത് ഉണങ്ങി കഴിയുമ്പോഴത്തേക്ക്, അതായത് ചെറുതായിട്ട് ഡ്രൈ ആയി കഴിയുമ്പോഴത്തേക്ക് അത് വാഷ് ചെയ്യുക. വാഷ് ചെയ്ത് കഴിഞ്ഞ് അടുത്ത ഈ സ്റ്റെപ്പ്, സെക്കൻഡ് സ്റ്റെപ്പ്, നമ്മുടെ കടലമാവും തൈരും കൂടെ മിക്സ് ചെയ്ത്. ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പം തൈര് ഉപയോഗിക്കാൻ പറ്റാത്ത ചിലവർ കാണും. തൈര് ചിലവർക്ക് അലർജി കാണും, ഇറിറ്റേഷൻ കാണും. ഇതാണെങ്കിലും ഇപ്പം നമ്മൾ ഈ പാക്ക് ഇടുവാണെങ്കിൽ തന്നെ നമ്മൾ ചെറുതായിട്ട് പാച്ച് ടെസ്റ്റ് ചെയ്യുക. നമ്മുടെ പാച്ച് ടെസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ മുഖത്തിടുമ്പോഴത്തേക്കും നമ്മൾ ഈ ചെവിയുടെ ഈ ഭാഗത്തേക്ക്, ചെവിയുടെ അവിടെ നിന്ന് താഴെ ഈ ചെവിയുടെ പുറകിലായിട്ട് കുറച്ചും കൂടി മാറി കഴുത്തിൻ്റെ ഈ ഭാഗത്തായിട്ട് വേണം നമ്മൾ
ചെയ്യാനായിട്ട്. കഴുത്തിൻ്റെ അവിടെയുമല്ല, ചെവിയുടെയും കഴുത്തിൻ്റെ നടുക്കായിട്ടൊരു പെടലിയുടെ ഭാഗത്തായിട്ട് വേണം നമ്മൾ ഈ ഫേസ് പാക്കെല്ലാം പാച്ച് ടെസ്റ്റ് ചെയ്യാൻ. അല്ലാതെ കയ്യിലും കാലിലും ഒക്കെ ഇടുവാണെങ്കിൽ കയ്യിലങ്ങ് ഇട്ട് പോകാം. നമുക്ക് ചെറുതായിട്ട് കൈയുടെ ഇവിടെ വല്ലതും ചെയ്യുകയോ ഇല്ല ഇവിടെ വല്ലതും കുറച്ചെടുത്ത് തേച്ച് ഇറിറ്റേഷൻ ഉണ്ടോ എന്ന് നോക്കിയിട്ട് നമുക്ക് അത് ഉപയോഗിക്കാം. ഇതിപ്പം മുഖത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. മുഖത്താണെങ്കിൽ നമ്മൾ ഈ ഞാൻ പറഞ്ഞ കണക്ക് ചെവിയുടെ ബാക്കിലായിട്ട് വേണം പാച്ച് ടെസ്റ്റ് ചെയ്യാൻ. ഇതിനി പെട്ടെന്ന് ഇത് കടലമാവായതുകൊണ്ട് പെട്ടെന്ന് ഉണങ്ങുവേ, പെട്ടെന്ന് ഡ്രൈ ആവും. അപ്പോൾ ഇത് നമുക്കൊരു 15 മിനിറ്റ്, അതിൽ കൂടുതൽ വെക്കണ്ട. 15 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നന്നായിട്ട് ഉണങ്ങും, ഒരുവിധം ഉണങ്ങും. 15 മിനിറ്റിൽ കൂടുതൽ നമ്മളിത് വെക്കണ്ട. കണ്ടോ, ഞാൻ പാക്ക് ഇട്ടിട്ട് കഴുകി കളഞ്ഞതാണ് എപ്പോഴേ 15 മിനിറ്റ് ഇട്ട് കഴിഞ്ഞ്. ഒത്തിരി ഡ്രൈ ആകാനായിട്ട് നിന്നില്ല, പെട്ടെന്ന് തന്നെ 15 മിനിറ്റ് കൊണ്ട് തന്നെ ഞാനത് കഴുകി കളഞ്ഞു.